ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. എഴുകുമയിൽ പള്ളത്തുംപാറയിലെ അരുൺ അലോഷ്യസ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചിലർ അപവാദ പ്രചരണങ്ങൾ പറഞ്ഞു വരുത്തുന്നതായി LDF നെടുങ്കണ്ടം പഞ്ചായത്ത് കമ്മിറ്റി. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ 19-ാം വാർഡിലെ പള്ളത്തുംപാറപ്പടിയിലെ അരുൺ അലോഷ്യസ് റോഡ് ഉടുമ്പൻചോല MLA MM മണിയുടെ ശുപാർശ പ്രകാരം റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി റോഡിന്റെ പുനരുദ്ധാരണത്തിന് 80 ലക്ഷം രൂപ 2022 അനുവദിക്കുകയും 2022 ഡിസംബറിൽ നിർമ്മാണ ഉദ്ഘാടനം MLA നിർവഹിക്കുകയും ചെയ്തു. ഈ 2 വർഷ കാലയളവിൽ റോഡിന്റെ കെട്ടുകളും കലുങ്കുകളും പൂർത്തീകരിക്കുകയും മുന്നോട്ടുള്ള പണിക്ക് ആവശ്യമായ മെറ്റീരിയൽസ് എത്തിച്ചിട്ടുള്ളതുമാണ്. മണ്ണുപണി പൂർത്തീകരിച്ചതിനാൽ അവിടെ താമസിക്കുന്ന 27 കുടുംബങ്ങൾക്ക് കാൽനടയാത്രയ്ക്കും വാഹന ഗതാഗതത്തിനും മഴക്കാലമായപ്പോൾ വലിയ ബുദ്ധിമുട്ട് നേരിട്ടതായി പരാതി ഉയർന്നപ്പോൾ കരാറുകാരനെയും ഉദ്യോഗസ്ഥരെയും MLA ഓഫീസിൽ വിളിച്ചു വരുത്തി 2 മാസത്തിനകം പണി പൂർത്തീകരിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുള്ളതുമാണ്. അതിനുശേഷം പണി ആരംഭിക്കുകയും മെറ്റീരിയൽസ് ഇറക്കുകയും ചെയ്തു. എന്നാൽ വസ്തുത ഇതാണെന്നറിയാവുന്ന ആ പ്രദേശത്തെ ഏതാനും വ്യക്തികളും പുറത്തുനിന്ന് വന്ന മറ്റ് തൽപര കക്ഷികളും ചേർന്ന് പണി തടസ്സപ്പെടുത്തുകയും വാഹനത്തിന്റെ താക്കോൽ ഊരി മാറ്റുകയും തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി പറഞ്ഞുവിടുകയും ചെയ്തു. റോഡിന്റെ സൈഡിൽ ഇറക്കിയ മെറ്റീരിയൽസ് റോഡിലേക്ക് വലിച്ചു നിരത്തുകയും യാത്ര തടസ്സപ്പെടുത്തുകയും ചെയ്തു. ഇതെല്ലാം ചെയ്തത് കരാറുകാരനാണെന്ന് വരുത്തി പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നാട്ടിൽ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയാണ്. നെടുങ്കണ്ടം പോലീസ് സ്ഥലത്തെത്തി പ്രശ്നപരിഹാരം ഉണ്ടാക്കിയെങ്കിലും സോഷ്യൽ മീഡിയ വഴി സ്ഥലത്തെ MLAയും ജനപ്രതിനിധികളെയും LDF നേതാക്കന്മാരെയും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വാർത്തകൾ സൃഷ്ടിക്കുകയാണ്. ഇവരെ നിയമപരമായി നേരിടുന്നതിനൊപ്പം രാഷ്ട്രീയപരമായും നേരിടാൻ നെടുങ്കണ്ടത്ത് കൂടിയ LDF യോഗം തീരുമാനിച്ചു. ഈ സോഷ്യൽ മീഡിയ വഴി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോട് അപകീർത്തികരമായ പല വാർത്തകളും സൃഷ്ടിച്ചിരുന്ന ഒരു സവിശേഷത ഇപ്പം ആ പ്രദേശമായിട്ട് ബന്ധപ്പെട്ട് വികസന പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് LDF നേതാക്കന്മാരുടെ പേരിൽ ബഹുമാനപ്പെട്ട നമ്മുടെ MLA മണിയാശാൻ ഫണ്ട് വാങ്ങി, പൈസ വാങ്ങി, അതോടൊപ്പം തന്നെ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ LDFന്റെ ജനപ്രതിനിധികൾ പൈസ വാങ്ങി, അത്തരത്തിലുള്ള ഒരു ശക്തമായ ഒരു ആരോപണവും ആശയവുമാണ് പ്രദേശത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ റോഡിന് വേറൊരു കഥ കൂടെ ഉണ്ട്. 2 വർഷമായി പണി തുടങ്ങിയിട്ട്. പക്ഷേ ഈ 2 വർഷം മഴക്കാലം ആകുമ്പം അവിടെ ഒരു 27ഓളം വീട്ടുകാരുണ്ട്, താമസക്കാർ. അവർക്ക് സഞ്ചാരയോഗ്യമല്ലാത്തൊരവസ്ഥ മഴക്കാലം ആകുമ്പോൾ റോഡ് വരുന്നുണ്ട്. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്, ചെറിയ പ്രശ്നമല്ല. ഈ മഴക്കാലം ആയപ്പോഴും വണ്ടി ഓടുകയില്ല. അതോടൊപ്പം തന്നെ മനുഷ്യൻ നടന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ട്, പിള്ളേരെ സ്കൂളിൽ വിടാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സമയബന്ധിതമായി കോൺട്രാക്ട് പണി പൂർത്തീകരിച്ചില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അതിന് അയാൾക്ക് പറയാൻ കാരണങ്ങളുണ്ടാകും. എന്തായാലും സമയം കുറെ കൂടെ ദീർഘിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഫൈനോടുകൂടി. ഇപ്പൊ ഈ ഡിസംബർ മാസത്തിൽ പണി പൂർത്തീകരിക്കാനുള്ള സമയം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ തീരുമാനിച്ചേക്കുന്നത് ഇപ്പൊ തിങ്കളാഴ്ച കൊണ്ട് കോൺട്രാക്ട് പണി തുടങ്ങും. സാധനം അവിടെ മെറ്റീരിയലും റെഡിയാക്കിയത് പണി തുടങ്ങുമ്പം ഇനി തടയാനാരുമെന്ന് ആ രീതിയിൽ രാഷ്ട്രീയപരമായിട്ടും അല്ലാതെ നേരിട്ട് തൊഴിലാളികൾക്ക് സംരക്ഷണം കൊടുക്കാനുള്ള തീരുമാനം ഞങ്ങൾ എടുത്തിരിക്കുന്നത്. കേരളത്തിലായാലും ഒപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ ആണെങ്കിൽ പോലും LDFന്റെ ഒരു കാഴ്ചപ്പാട് ഇലക്ഷന് തൊട്ടു മുമ്പേ തന്നെ എല്ലാവർക്കും ഒരു പ്രകടനപത്രികയായിട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുള്ളതാണ്. അപ്പം നിങ്ങളുടെ എല്ലാം കയ്യിൽ തന്നെ അത് ഏൽപ്പിച്ചിട്ടാണ് ഭരണസമിതിയിലേക്ക് എല്ലാവരും പ്രവേശിക്കുന്നത്. അപ്പോൾ ആ പ്രകടനപത്രികയിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും 1 by 1 ആയിട്ട് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം പൂർത്തീകരിച്ചിട്ടും ചിലത് നടത്താനുള്ളത് ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു വലിയ പ്രശ്നം, ഇതുവരെ ഇല്ലാത്ത വലിയ പ്രശ്നങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെയാണ്. ഈ വണ്ടിയുടെ താക്കോൽ ഊരുകയും അങ്ങനെ തൊഴിലാളികളുടെ മെക്കിട്ട് കയറുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ അവിടെ ഈ റോഡ് പണി ഏത് നാട്ടിൽ വന്നാലും ഉള്ളവനായാലും ഇല്ലാത്തവനായാലും അവർക്ക് ഈ റോഡ് പണിയുടെ മെറ്റീരിയൽസ് അടക്കമുള്ള സാധനങ്ങൾ അവരുടെ വീട്ടാവശ്യങ്ങൾക്ക് മറ്റു കാര്യങ്ങൾക്കൊക്കെ ആവശ്യം വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ചില സ്ഥലങ്ങളിലെല്ലാം ഉണ്ട്. ആ ബാലൻസ് വരുന്നത് ഇങ്ങ് എടുത്തോട്ടെ, ജലം കൂടുതലുണ്ടെങ്കിൽ അതൊന്നും എടുത്തോട്ടെ, അങ്ങനെയൊക്കെ പല തരത്തിൽ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ള ആളുകളും ഇതിന്റെ പിന്നിലുണ്ട് എന്നുകൂടി ഞാൻ സൂചിപ്പിച്ചാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ CPIയുടെ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി സാഹു സുരേഷ് പള്ളിയാടി അടക്കം ആ വാർഡിലാണ് താമസിക്കുന്നത്. 19 പ്രീമി ലാലിച്ചൻ, കേരള കോൺഗ്രസിന്റെ പ്രീമി ലാലിച്ചൻ അടക്കം, അതുപോലെ തന്നെ അവരെല്ലാവരും ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയത്തിനപ്പുറത്തും മതത്തിനും ജാതിക്കും ഒക്കെ അപ്പുറത്തായിട്ടുള്ള വലിയൊരു പൊതുപ്രവർത്തനം അവിടെ കാഴ്ചവെക്കാൻ ഒരു കൈകോർത്ത് പിടിച്ച് ഈ ജനപ്രതിനിധികൾക്ക് അവിടെ ആ എഴുമയിലെ ടൗണിലും ഒപ്പം പ്രദേശത്തും ഒക്കെ ഇടപെടാനും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന കാര്യങ്ങൾ സേവനങ്ങൾ നടപ്പിലാക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ
ആ ഒരു സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് അതിനെ മറികടക്കണമെങ്കിൽ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ അതിനെ ഒന്ന് മറികടക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ജനങ്ങൾ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ ഇത് അറിഞ്ഞ കാര്യവും ഉണ്ടായ കാര്യവും അപ്പോ തന്നെ സോഷ്യൽ മീഡിയ ഈ പത്ര സംവിധാനത്തിൽ കൂടി മാധ്യമങ്ങളുടെ മുന്നിൽ ഇത് അറിയിക്കുക എന്നുള്ളത് ഞങ്ങളുടെ മനസ്സും കൈയുമൊക്കെ ശുദ്ധമായതുകൊണ്ടാണ്. റോഡ് പണി തടസ്സപ്പെടുത്തുന്ന ഇത്തരം സാമൂഹ്യദ്രോഹികളെ ഒറ്റപ്പെടുത്തുമെന്നും റോഡ് പണിക്കെത്തുന്ന തൊഴിലാളികൾക്ക് എല്ലാവിധ സംരക്ഷണവും നൽകുവാൻ LDF യോഗം തീരുമാനിച്ചു. റോഡ് പണി പൂർത്തീകരിക്കുന്നതിന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം ഉണ്ടാകണമെന്നും LDF നേതൃത്വം ആവശ്യപ്പെട്ടു. നെടുങ്കണ്ടത്ത് വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ LDF പഞ്ചായത്ത് കൺവീനർ അജീഷ് മുതുകുന്നേൽ, CPIM ലോക്കൽ സെക്രട്ടറി സാബു മാലിയിൽ, CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി സുരേഷ് പള്ളിയാടിയിൽ, കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം സാബു മണിമലക്കുന്നേൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് AM ന്യൂസ് നെറ്റ്വർക്ക് നെടുങ്കണ്ടം. കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ്. കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം. ബേബി ഹഗ്, കോടതി ജംഗ്ഷൻ, കിഴക്കേ കവല, നെടുങ്കണ്ടം.